Hello guys, welcome back to my YouTube channel, episode 12 of Unhealthy Relationship. നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെപ്പോഴും സംശയിക്കലുണ്ടാ ആരോടാണ് സംസാരിച്ചത്, എന്തിനാണ് അവരോട് ഇത്ര നേരം സംസാരിച്ചത്, അവരോട് എന്തിനു ഇങ്ങനെ ക്ലോസ് ആവുന്നു, നീ എവിടെ പോയി, നീ എപ്പോൾ വന്ന്, ഓൺലൈൻ എന്തിനു ഇത്ര നേരം നിന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം ചോദിക്കുന്നത്. ബട്ട് ഒരു റിലേഷൻഷിപ്പിലെ കെയറിനും കൺട്രോളിനും ഇടയിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാർട്ട്ണറിന് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, ചില കാര്യങ്ങൾ സംശയം തോന്നുകയും ചെയ്യും. അതെല്ലാം ഒരു നോർമലായിട്ട് കാണുന്ന മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. പക്ഷെ ഈ സംശയം കാരണം നിങ്ങളുടെ ഫ്രീഡം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ്, പ്രൈവസി ഇതെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങിയാൽ അത് വെറും ജലസ് മാത്രമായിട്ട് കാണേണ്ട കാര്യമല്ല. ഇത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്നുണ്ടോ, ടോക്സിക് ബിഹേവിയർ ആയിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ അമിതമായിട്ട് സംശയിക്കുന്ന ഒരു 10 സൈൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഏതെല്ലാം നിങ്ങളെ പാർട്ട്ണർക്ക് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം, ഡോണ്ട് സ്കിപ്പ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്യല്. നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്യും. ഒന്ന് നിന്റെ ഫോൺ ഇതാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കോൾ ഹിസ്റ്ററി, മെസ്സേജ് ഹിസ്റ്ററി, ചാറ്റ് ഹിസ്റ്ററി, ഗാലറി, സോഷ്യൽ മീഡിയ ഇങ്ങനെ എല്ലാം നോക്കും. അപ്പോൾ ഈയിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു റിലേഷൻഷിപ്പിലായിന്ന് വെച്ചിട്ട് നമുക്ക് നമ്മളേതായ പ്രൈവസി ഉണ്ടാവുമല്ലോ. നമ്മളേതായ പ്രൈവസി ഉണ്ടെന്ന് വെച്ചിട്ട് പാർട്ട്ണറിനെ ഒരിക്കലും ചതിക്കാനും ഹൈഡ് ചെയ്യാനൊന്നും പാടില്ല. പക്ഷെ നമുക്കൊരു വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അതില്ലാണ്ട് ഇങ്ങനെ ഫോൺ ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഫോൺ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് നമ്മളെ കൊണ്ട് ഫോൺ കൊടുപ്പിക്കല്, ഇതെല്ലാം ഒരു വിശ്വാസം ഇല്ലായ്മ ഉള്ളത് കൊണ്ടാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഓരോ മിനിറ്റും ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ആരോട് സംസാരിച്ചാലും പാർട്ട്ണർക്ക് സംശയം. നിങ്ങളിപ്പോൾ നിങ്ങളെ ഫ്രണ്ടിനോടോ നിങ്ങളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള കൊളീഗ്സിനോടോ സംസാരിച്ചാലും വളരെ സംശയം. എന്തിനോരോട് ഇത്ര നേരം സംസാരിക്കുന്നത്, അവരോട് എന്തിനിങ്ങനെ ക്ലോസ് ആവുന്നത്, എന്താ ഇങ്ങനെ സംസാരിക്കാനുള്ളത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പൊസസീവ് പോലെയും ഒരു ജലസി പോലെയും തോന്നുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരിക്കും ഫസ്റ്റ് എല്ലാം ഇതിനെല്ലാം കാണുമ്പോൾ. പിന്നെ നമ്മൾ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിച്ചൂടാ എന്ന് മുതൽ എല്ലാം പാർട്ട്ണറായിരിക്കും തീരുമാനിക്കുന്നത്. സോ ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഓരോ കാര്യത്തിനും എക്സ്പ്ലനേഷൻ വേണ്ട വരും. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ എവിടെ ഉള്ളത്, ആരൊക്കെ പോയി, എന്തിനു പോയി, എപ്പോൾ പോയി, എപ്പോൾ വരും, ഇങ്ങനെ ചെറിയ കാര്യത്തിന് പോലും എക്സ്പ്ലനേഷൻ വേണ്ട വരും. എന്നിട്ട് പിന്നെ ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ, ഇനി ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞാ, അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങൾക്ക് വരും ഇങ്ങനത്തെ ഒരു ബിഹേവിയർ പാർട്ട്ണറിൻ്റെ നിന്ന് കിട്ടുമ്പോൾ. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴും പ്രൂവ് ചെയ്യേണ്ടി വരുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. നാലാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങളെ സോഷ്യൽ മീഡിയ നിരീക്ഷിക്കൽ. സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഫുള്ള് മോണിറ്റർ ചെയ്യും. ആരാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത്, ആരെ പോസ്റ്റിന് ലൈക്ക് കൊടുത്ത്, ആര് നിങ്ങൾക്ക് കമന്റ് ഇട്ട്, പിന്നെ എന്തിന് ഓൺലൈനിൽ നിന്ന്, എന്തുകൊണ്ട് മെസ്സേജ് സീനാക്കിയിട്ടാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മാത്രമേ തോന്നാണ്ട് ഒരു സർവൈലിംഗ് സിസ്റ്റം പോലെ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ബൗണ്ടറീസ് വേണമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ബൗണ്ടറീസും കൺട്രോളിങ്ങും രണ്ടും രണ്ടാണ്. സോ അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഇന്നസെന്റ് ആയ കാര്യങ്ങളിൽ പോലും തെറ്റായിട്ട് കാണും. ഇപ്പോൾ നിങ്ങളെ ഒരു പഴയ ഫ്രണ്ടിനോട് ചിരിച്ചു, സംസാരിച്ചു, അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും കണ്ടപ്പോൾ ചിരിച്ച്, അതല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഇങ്ങനെ ഫോട്ടോ ഒക്കെ മറ്റേ ലൈക്ക് കൊടുത്ത്, അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഇടയിൽ പോലും ഒരു ഹിഡൻ മീനിങ് ഉണ്ടാക്കും. നീ അയാളെ കണ്ടപ്പോൾ എന്തിനു ചിരിച്ചത്, അയാളോട് എന്തിനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചത്, നീ എന്തിനാ അയാളെ ഫോട്ടോക്ക് ലൈക്ക് കൊടുത്തത്, ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു ചെറിയ കാര്യത്തിന് പോലും തെറ്റായിട്ടുള്ള മീനിങ് കൊണ്ടുവരും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ട്രസ്റ്റ്, നമ്മളെ പാർട്ട്ണർക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് കുറയുന്നതിൻ്റെ ഒരു സൈനായിട്ട് കാണണം. ആറാമത്തെ സൈന്, നിങ്ങൾ എത്ര പ്രൂഫ് കൊടുത്താലും വിശ്വസിക്കൂല. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സൈനാണ്. ഇപ്പം നിങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ എവിടെയായിരുന്നു, ഞാൻ ആരുടെ കൂടെ ആയിരുന്നു, എപ്പോൾ പോയി, എല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്, എന്നിട്ടും നിങ്ങളെ പാർട്ട്ണർക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല. നീ കള്ളം പറയുന്നത്, എനിക്ക് ഇന്നെ വിശ്വാസമില്ല, നീ എന്തോ എന്നോട് മറച്ചു വെക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നെയും പറയാൻ തുടങ്ങും. സോ ഇവിടെ പ്രശ്നം വരുന്നത് നിങ്ങളെ എക്സ്പ്ലനേഷൻ്റെ ഭാഗത്തല്ല, നിങ്ങളെ പാർട്ട്ണർക്കുള്ള ട്രസ്റ്റ് ഇഷ്യൂ ആണ് പ്രശ്നം. കാരണം ഈ ട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും അവർക്ക് മതിയാവില്ല. ഇന്നൊരു എക്സ്പ്ലനേഷൻ, നാളെ പിന്നൊരു എക്സ്പ്ലനേഷൻ, മറ്റന്ന് വേറൊരു എക്സ്പ്ലനേഷൻ, അങ്ങനെ നിങ്ങളെ ലൈഫ് ലോങ് ഈ റിലേഷൻഷിപ്പ് എത്ര കണ്ടിന്യൂ ആണ് അത് ഫുള്ള് ഇങ്ങനെ
ഓരോ സിറ്റുവേഷൻ പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. ഏഴാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നെല്ലാം അകറ്റി നിർത്തും. നിങ്ങളെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ല, നിങ്ങളെ ഫാമിലിയിൽ ചില ആൾക്കാരെ ഇഷ്ടമല്ല, അപ്പോൾ പറയും അവരോട് അധികം സംസാരിക്കണ്ട, അവരുടെ കൂടെ പുറത്തു പോകണ്ട, അവർ നിങ്ങളെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. ആദ്യമെല്ലാം ഇത് കേൾക്കുമ്പോൾ ഒരു കൺസേൺ പോലെ തോന്നും. പിന്നെ പിന്നെ നിങ്ങളെ സപ്പോർട്ട് സിസ്റ്റം എല്ലാം ഇല്ലാണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് നിങ്ങളെ പാർട്ട്ണർ മാത്രമാണ് നിങ്ങളെ ലോകം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ ഇത് എത്തും. അങ്ങനെ എത്തിയാൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ ബാക്കിയുള്ള ആളെ അകറ്റി നിർത്തലല്ല, ബാക്കിയുള്ള ആളെ കൂടെ കൂട്ടലാണ്. പിന്നെ എട്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ഗിൽറ്റ് ഉണ്ടാക്കുക. നിങ്ങളെ നോർമൽ ഒരു ആക്ഷന് പോലും ഗിൽറ്റ് ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങളോട് പറയും, നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യട്ടില്ലേ, ചെയ്യുമായിരുന്നില്ലേ, എന്നെ ഇഷ്ടമുള്ള ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറുമോ, നിനക്ക് എന്നെക്കാളും ഇഷ്ടമുള്ളത് മറ്റുള്ളവരും നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. നിങ്ങളെ പാർട്ട്ണർ പറയുന്ന കേട്ടിട്ട് നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെല്ലാം തോന്നും. അങ്ങനെ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ചിന്ത വരും, ഞാനിത് ചെയ്താൽ എന്റെ പാർട്ട്ണർ എന്ത് വിചാരിക്കും, എന്തു തോന്നും എന്നെ കുറിച്ചിട്ട്. സോ ഈ പോയിന്റിൽ നിന്നാണ് ഈ കൺട്രോളിങ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒമ്പതാമത്തെ സൈന്, നിങ്ങളെ ഫ്രീഡം മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങും. ഇതാണ് ഏറ്റവും ഒബ്വിയസ് ആയ ഒരു സൈൻ എന്ന് പറയുന്നത്. എന്ത് ഡ്രസ്സ് ഇടണം, എവിടെ പോകണം, എന്ത് പോസ്റ്റ് ചെയ്യണം, ആരെ ഫോളോ ചെയ്യണം, ഏത് ഫോട്ടോക്ക് ലൈക്ക് ഇടണം, ഇങ്ങനെ എല്ലാം പാർട്ട്ണർ തീരുമാനിക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കണം, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നുള്ളത് എൻ്റെ ഇഷ്ടത്തിൽ തന്നെയാ, അല്ലെങ്കിൽ വേറെ ആളെ ഇഷ്ടത്തിലാണോ? നമ്മളെ പാർട്ട്ണറിന്റെ ഈ ഒപ്പീനിയൻസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ നമ്മളെ ഡിസിഷനെ എടുത്ത് കളഞ്ഞിട്ട് ആടെ ഒരു കൺട്രോളിങ് വെച്ചിട്ട് ആ പാർട്ട്ണറിന്റെ ഇഷ്ടം മാത്രം നമ്മളേൽ അടിച്ചമർത്തിയിട്ട് ലൈഫ് ലോങ് ഫുള്ള് മറ്റൊരാളെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. പിന്നെ പത്താമത്തെ സൈൻ, നിങ്ങളെ പാർട്ട്ണറിനെ പേടിച്ചിട്ട് നിങ്ങൾ തന്നെ മാറാൻ തുടങ്ങും. സോ ഇതാണ് ലാസ്റ്റത്തെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു സൈൻ എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞാൽ എന്റെ പാർട്ട്ണർ എന്ത് വിചാരിക്കും, എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. ഫോൺ എടുക്കുമ്പോൾ പേടി, ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ പേടി, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ പേടി, പുറത്തെവിടെങ്കിലും പോകുമ്പോൾ പേടി. അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങളായിരിക്കുന്നത് തന്നെ മാറാൻ തുടങ്ങും. നിങ്ങളെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പേഴ്സണാലിറ്റി, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളെ ഫ്രീഡം, നിങ്ങളെ ചോയ്സ്, നിങ്ങളെ പ്രൈവസി എല്ലാം നിങ്ങൾ മാറ്റാൻ തുടങ്ങും. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ സേഫ് ആണോ, അതോ എനിക്ക് പേടിയാണോ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെടുത്ത് എപ്പോഴും സേഫ് ആയിട്ടാണ് തോന്നേണ്ടത്, അല്ലാണ്ട് പേടിയല്ല എപ്പോഴും തോന്നേണ്ടത്. സോ നമ്മളെ പാർട്ട്ണർക്ക് നമ്മളോട് എപ്പോഴും ജലസി ഉണ്ടായിക്കൂടാ, അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നില്ലെങ്കിൽ പാർട്ട്ണർക്ക് ജലസി ഉണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഫൈറ്റ്സ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ സംസാരിച്ചിട്ട് സോൾവ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും തീരൂല. അപ്പൊ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ മൂന്നാമതൊരാളെ ഇതിന്റെ ഇടയിൽ ഇടുന്നത്, അതും ഏറ്റവും ഫ്ലോപ്പ് ഡിസിഷൻ ആണത്. മൂന്നാമതൊരാളെ ഇടയിൽ ഇടുന്നത് സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് തീർക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളെ പ്രൈവസി എടുത്തു കളയുന്നതും നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്ന് അകറ്റുന്നതും ഓരോ കാര്യത്തിനും ഇൻട്രോഗേഷൻ ചെയ്യുന്നതും നിങ്ങളെ കുറ്റക്കാരിയാക്കുന്നതെല്ലാം ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ലവ് ഗിവ്സ് യു സെക്യൂരിറ്റി ആൻഡ് കൺട്രോൾ ടേക്സ് അവേ ദ ഫ്രീഡം. അപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഞാൻ ഈ പറഞ്ഞ 10 സയൻസിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ റിലേഷൻഷിപ്പ് അഡ്വൈസ്, അങ്ങനെ അൺഹെൽത്തി റിലേഷൻഷിപ്പ്, ടോക്സിക് റിലേഷൻഷിപ്പ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിപൊളി ടോപ്പിക്കായിട്ട് വരാം. അതുവരേക്കും ബൈ.